പണ്ട് നമ്മുടെ പിതാക്കന്മാർ സ്റ്റേജിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, ഞങ്ങളാരും സമരത്തിന് കൊടി പിടിക്കാൻ. ഇന്നത് എനിക്ക് പറയാൻ ധൈര്യം പോരാ. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ ഇടയിൽ കുറച്ച് ക്ഷുദ്രജീവികൾ സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ പോയി കൊടി വിളിക്കുക, കൽവരി മലയിൽ ചിന്തിയ രക്തം കെടാതെ ഞങ്ങൾ സൂക്ഷിക്കുക. ഇവനൊക്കെ വട്ടാന്ന്. മനസ്സിലായോ? വേദപുസ്തകം പഠിക്കുന്ന അഭിഷിക്തന്മാർക്കറിയാം ഇവനൊക്കെ വട്ടുകയറി മുദ്രാവാക്യം വിളിക്കാൻ നടക്കുക. എന്താ കാര്യം എന്ന് പറയട്ടെ. ആമേൻ. ഈ ദൈവസഭയെ സ്ഥാപിക്കുവാൻ രക്തം കൊടുത്തു വിലയ്ക്ക് വാങ്ങിയ കർത്താവ് ഇങ്ങനെ പറഞ്ഞത്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ലെന്ന് പറഞ്ഞത് സ്വർഗത്തിലെ കർത്താവാണെങ്കിൽ രക്തം കൊടുത്തു വിലയ്ക്ക് വാങ്ങിയ സഭയെ സംരക്ഷിക്കാൻ കർത്താവിനറിയാം. അതിന് കഴിയുന്നവനെ ആരാധിക്കുന്നത്. ആമേൻ. അല്ലാതെ രക്തം കൊടുത്തു വിലയ്ക്ക് വാങ്ങിയ ദൈവസഭയെ സംരക്ഷിക്കാൻ മൂക്കി ശ്വാസമുള്ള പേട്ട് മനുഷ്യന്റെ സഹായം സ്വർഗത്തിലെ ദൈവത്തിന് ആവശ്യമില്ലെന്ന്. ഇനി ബൈബിളിൽ നിന്ന് തെളിവാണോ? പത്രോസ് തടവിലായി എന്ന് സഭ കേട്ടു. സഭ എന്ത് ചെയ്തു? കൊടിയും പിടിച്ച് രാജാവിന്റെ കൊട്ടാരത്തിലോട്ട് മാർച്ച് നടത്തി. ആണോ? അങ്ങനാന്ന് വെച്ചാൽ നമ്മുടെ ബൈബിളി അല്ല. പിന്നെന്തുവാ ചെയ്തേ? സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. കാര്യം എന്താ? അന്നത്തെ സഭയ്ക്കൊരു വെളിപ്പാടുണ്ട്. പ്രാർത്ഥിച്ചാൽ അത് കേൾക്കുന്ന ഒരുത്തനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരുത്തനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. കാരാഗൃഹത്തിന്റെ അകത്തിറങ്ങേണ്ടി വന്നാൽ അകത്തിറങ്ങുവാൻ, ചങ്ങല പൊട്ടിക്കേണ്ടി വന്നാൽ ചങ്ങല പൊട്ടിക്കുവാൻ, അഭിഷിക്തനെ പുറത്തു കൊണ്ടുവരുവാൻ കഴിവുള്ള ഒരു ദൈവത്തെയോ ഞങ്ങൾ ആരാധിക്കുന്നത് എന്ന വെളിപ്പാട് അന്നത്തെ സഭയ്ക്കുണ്ടായിരുന്നു. ഇന്നത്തെ സഭാ നേതാക്കന്മാർക്ക് ആ വെളിപ്പാട് നഷ്ടപ്പെട്ടിട്ട് ഇന്ന് അവർ പറയുന്നത് എന്തെന്നറിയാമോ? നമുക്ക് ഇത്രയൊക്കെ ഉപദ്രവം ഉണ്ടായിട്ടും നമ്മളെ രക്ഷിക്കാൻ ദൈവം പോലും വരുന്നില്ല, അതുകൊണ്ട് ഇനി നമുക്ക് തന്നെ സഹായത്തിനൊരു MP MLA ഒക്കെ. നാണമില്ലല്ലോ. പഠിച്ച് 10ാം ക്ലാസ്സിൽ നിന്ന് അംഗൻവാടിയിലോട്ട്. ഞാൻ നിങ്ങൾക്ക് അറിയുന്നൊരു കാര്യം ചോദിക്കാം. ഐത്യോപ്യ രാജ്ഞിയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന ഒരു മനുഷ്യനോട് സുവിശേഷം പറയാൻ ഫിലിപ്പോസ് ഉപദേശിയെ പരിശുദ്ധാത്മാവ് അയച്ചു. അല്ലേ? എത്ര പേരെ നേടാൻ അയച്ചത്? നിങ്ങൾ പറ. അല്ല, ഞാൻ എന്തെങ്കിലും പറയുമ്പോഴാണല്ലോ കുഴപ്പം. നിങ്ങൾ പറ. എത്ര പേർക്ക് വേണ്ടി അയച്ചേ? ഒറ്റ ഒരു മനുഷ്യനെ നേടാൻ വേണ്ടി അയച്ചു. കാരണം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരാത്മാവിൻ്റെ വില മുഴു ലോകത്തേക്കാൾ വലുതാണ്. ഒറ്റ ആത്മാവ്. അല്ലേ? അതുകൊണ്ട് നമ്മൾ പണ്ട് പ്രാർത്ഥിക്കുമ്പോഴും ഒരു പദം പറഞ്ഞു, ആളിൻ്റെ പെരുപ്പത്തിലല്ല ആത്മാവിൻ്റെ സ്തോത്രം. പക്ഷെ അതേ ആളുകൾ ഇന്ന് സ്റ്റേജിൽ കയറി പറയുക, നമ്മൾ ചെറിയ ആളുകളല്ല, നമ്മൾ സംഖ്യയിൽ ശക്തി പ്രാപിച്ചെന്ന്. ആണോ? ഉണ്ടോ? നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പറയുക. നമ്മളൊരു വലിയ കൂട്ടമാണെന്ന് ചിന്തിച്ചിടത്തെല്ലാം അപകടമുണ്ടായിട്ടുണ്ട്. ദേ ഇരിക്കുന്ന ജോൺസൺ കണ്ണൂർ എന്ന് പറയുന്ന ദൈവദാസൻ എഴുതിയ ഒരു പുസ്തകമുണ്ട്. നിങ്ങൾ പറ്റുമെങ്കിൽ അദ്ദേഹത്തോട് ചോദിച്ച് മേടിച്ച് വായിക്കണം. നമുക്കൊരു പേരുണ്ടാക്കാമെന്നും നമ്മളൊരു വലിയ സംഖ്യയാണെന്നും ചിന്തിച്ചിടത്തെല്ലാം ദൈവത്തിൻ്റെ കോപം വെളിപ്പെട്ടതായി വചനത്തിൻ്റെ തെളിവ് സഹിതം എഴുതി വെച്ച പുസ്തകമുണ്ട്. അദ്ദേഹത്തിൻ്റെ പല പുസ്തകങ്ങളുണ്ട്. പക്ഷേ നിങ്ങളെല്ലാവരും ഇതുവരെ അത് എല്ലാവരും കണ്ടു കാണുന്നത്. എല്ലാവരും കണ്ടെങ്കിൽ പുള്ളിയെ ഇപ്പോൾ എന്നേക്കാൾ കൂടുതൽ പുള്ളിയെ കൊന്നേനെ. കാരണം ഞാൻ പറയുന്നതിൻ്റെയൊക്കെ 10 ഇരട്ടി എഴുത്താണ് പുള്ളിയുടെ എഴുത്ത്. പുള്ളി ഇങ്ങനെ ഒതുങ്ങി അങ്ങ് ഇരിക്കുക, അതുകൊണ്ട് ജീവിച്ചു പോന്നു. സ്തോത്രം. കാരണം എന്തെന്നറിയാമോ? തിരുവെഴുത്ത് പഠിക്കുന്നവർക്ക് അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാകും. ആമേൻ. ഒരൊറ്റ മനുഷ്യനെ നേടാൻ വേണ്ടി ഫിലിപ്പോസിനെ അയച്ചു. അതിനോട് ചേർത്ത് ഒരു വരിയും കൂടെ പറയാം. ആ മനുഷ്യൻ നിലവിൽ ആരാ ഭാഷേ? അല്ല, ധനകാര്യ വകുപ്പ് അല്ലേ, ഭണ്ഡാരം സൂക്ഷിക്കുന്നവൻ. അപ്പം എൻ്റെ ചോദ്യം നിങ്ങളോട്, ആ മനുഷ്യൻ യാത്ര ചെയ്യുന്ന വഴിയിൽ സുവിശേഷം കേട്ടപ്പോൾ ഒരു വെള്ളമുള്ള കുളമുള്ള ഒരു സ്ഥലം എത്തിയപ്പോൾ പറഞ്ഞു, എനിക്ക് എന്ത് ചെയ്യണം? സ്നാനപ്പെടണമെന്ന് പറഞ്ഞു. ഇത് മനസ്സിലാക്കാനാണ് പറഞ്ഞത്, കേട്ടോണേ. ഈ മനുഷ്യൻ തേര് നിർത്തിയിട്ട് ആ കുളത്തിലേക്ക് ഇറങ്ങി സ്നാനപ്പെട്ടു എന്ന് ബൈബിളിൽ ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. എൻ്റെ ചോദ്യം സിമ്പിളാണ്. ഈ മനുഷ്യൻ ഈ ഉപദേശിയുടെ വാക്ക് കേട്ട് റോഡിൽ കണ്ട കലക്കവെള്ളത്തിലിറങ്ങി മുങ്ങി സ്നാനപ്പെട്ടിട്ട് ഇനി ഈ മനുഷ്യന് കിട്ടേണ്ടുന്ന ഭൗതിക നന്മ എന്താ? നിങ്ങൾ പറ. ഇനി അയാൾക്ക് എന്തെങ്കിലും കിട്ടാനുണ്ടോ? പറ. അയാൾ ഓൾറെഡി ആരാ? അയാൾ ഒന്നിനും കുറവില്ലാത്തൊരു പൊസിഷനിൽ ഇരിക്കുന്ന മനുഷ്യനാ. ആ മനുഷ്യൻ പെന്തിക്കോസുകാരൻ്റെ ഇന്നത്തെ ഭാഷയിൽ ഉപദേശിയുടെ വാക്ക് കേട്ട് കുളത്തിലിറങ്ങി മുങ്ങി സ്നാനപ്പെട്ടിട്ട്
ഇനി ഇയാൾക്ക് കിട്ടാനുള്ള ഭൗതികം എന്താ? പറ. എന്തെങ്കിലും വേണോ? ഒന്നും വേണ്ട. അയാൾ ഇരിക്കുന്ന പദവിയേക്കാൾ വലുതാണ് നിത്യതയിൽ കർത്താവിനോടുകൂടെ ഇരിക്കണമെന്നുള്ള കാഴ്ചപ്പാട് അകത്ത് കയറിയത് കൊണ്ടല്ലേ സ്നാനപ്പെട്ടതാണോ? പക്ഷെ ആ കാഴ്ചപ്പാട് ഇന്ന് നമ്മുടെ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് മാറിയിട്ട് ഇന്ന് രക്ഷിക്കപ്പെടുന്നതും സ്നാനപ്പെടുത്തുന്നതും ഭൗതികമായി എന്തെങ്കിലും കിട്ടാനാണെന്ന് ഇവിടെ പ്രചരിപ്പിച്ചും പ്രസംഗിപ്പിച്ചും ഈ സുവിശേഷത്തെ നശിപ്പിച്ചില്ലേ? ഇല്ലേ? ആ വേദപുസ്തകം അറിയുന്നവൻ അറിയാം, ആ ധനകാര്യ വകുപ്പ് മന്ത്രി ഇനി സ്നാനപ്പെടേണ്ട കാര്യം വല്ലതും ഉണ്ടോ ഭൗതികമായി? ഇല്ല. പക്ഷേ അദ്ദേഹം ദൈവകൽപ്പന സ്വീകരിച്ചത് കർത്താവിനോടുകൂടെ നിത്യതയിലിരിക്കാനാണ്. അപ്പോൾ അർത്ഥാൽ മന്ത്രിമാർ വരെ മാനസാന്തരപ്പെട്ട് ഇങ്ങോട്ട് വരണമെന്ന് പുസ്തകം പറയുമ്പോൾ ഇവിടെ മാനസാന്തരപ്പെട്ടവൻ അങ്ങോട്ട് പോകണമെന്ന് ഈ വിവരം കെട്ടവന്മാർ സ്റ്റേജിൽ നിന്ന് വിളിച്ചു പറയുക. മനസ്സിലായോ? കൺവെൻഷൻ, എടാ എനിക്കിപ്പോൾ കൺവെൻഷനിൽ വന്ന് വി ഡി സതീശൻ പ്രൈസ് ദ ലോർഡ് എന്ന് പറയുമ്പോൾ ഇരിക്കുന്നതല്ല, ആത്മാവിലാകുമോ? അതിനെന്നാ? പണ്ട് അച്യുതാനന്ദ നിയമസഭ പറഞ്ഞല്ലോ, ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും, മാണിയോട് പറഞ്ഞില്ലേ? അങ്ങനെ എന്നാ ഉപദേശിയായിട്ടാണോ പറഞ്ഞേ? പറയാമല്ലോ. അതിനിപ്പന്നെ രാഷ്ട്രീയക്കാർ സ്റ്റേജിൽ വന്ന് ഒരു വാക്യം ഒരു വചനം പറഞ്ഞു പോയ ഉടനെ അങ്ങ് ചാടിക്കയറി അത് ഏത് ആത്മാവാന്ന് ആദ്യം ഒന്ന് പഠിക്കേ. സ്തോത്രം. അവർക്കൊക്കെ ഈ 10 ആൾ കൂടുന്നത് വോട്ട് ബാങ്കിൻ്റെ അപ്പുറത്ത് ഒരു പിണ്ണാക്കും ഇല്ലെന്ന് ഇനിയെങ്കിലും മണ്ടം മലയാളി തിരിച്ചറിയേ. നാളെ മതസൗഹാർദ്ദ സമ്മേളനത്തെ വിളിച്ചു നോക്ക്, ഇതേ ആളുകൾ അവിടെ ചെന്നിട്ട് പറയും കൃഷ്ണനും ക്രിസ്തുവും മുഹമ്മദും എല്ലാം ഒന്ന് തന്നെയാണ്. ഇത്രയേ ഉള്ളൂ രാഷ്ട്രീയക്കാർ. ഞാനൊക്കെ പോഹേ. സ്തോത്രം. അല്ലെങ്കിൽ നിങ്ങൾ പറ തെളിയിക്കാമല്ലെന്ന്. അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നാളെ ബാബു ചെറിയാനും ടി ജെ ശമൂരും ഒക്കെ ആഗ്രഹിക്കുന്ന പോലെ പെന്തക്കോസിൽ ഒരു MLA നാളെ ഉണ്ടായാലും മതസൗഹാർദ്ദ സമ്മേളനത്തിൽ ചെന്ന് പെന്തക്കോസ് MLA പറയുമോ മറ്റൊരുത്തനിലും രക്ഷയില്ല, ഇടികൊണ്ട് വീട്ടിൽ കയറും. ഞായറാഴ്ച ശബരിമലയിൽ ഒരു പ്രോഗ്രാമുണ്ട്, പറ്റത്തില്ല, എൻ്റെ ദൈവത്തെ ആരാധിക്കാതെ ഞാൻ വരത്തില്ല, പറയുമോ? വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്ത ദർശനം നഷ്ടപ്പെട്ട ഈ മണ്ടൻ നേതാക്കന്മാർ വഴിതെറ്റിക്കുകയാണെന്ന് ഓർത്തോണം. ഇല്ലെങ്കിൽ പരസ്യമായി ലൈവിലൂടെ ഞാൻ ചോദിക്കാം, തൻ്റെ ഇടം ഉണ്ടെങ്കിൽ ഈ പറയുന്ന നേതാക്കന്മാർ ആദ്യം അവരുടെ മക്കളെ രാഷ്ട്രീയത്തിലേക്ക് ഇറക്ക്. എൻ്റെ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, സ്നേഹത്തോടെ ഞാൻ നിങ്ങളോട് പറയുക, എൻ്റെ കുഞ്ഞുങ്ങൾ ലോകത്തിൽ വഴിതെറ്റിപ്പോവല്ലേ കർത്താവെ ഓർത്ത് കുഞ്ഞു പ്രായം തൊട്ട് സൺഡേ ക്ലാസ് പഠിപ്പിച്ച് ദൈവവചനം പഠിപ്പിച്ച് അവരൊന്നും ഉണ്ടാക്കി തന്നില്ലേലും വേണ്ടിയില്ല, അവർ ദൈവകൃപയിൽ നിന്നാൽ മതി എന്ന് പ്രാർത്ഥിച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നെഞ്ചും നെറ്റിയും കൊടുത്ത് കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ നാളെ രക്തസാക്ഷികളായി തെരുവിൽ കിടന്ന് ചാകാൻ വേണ്ടി നിങ്ങൾ വിട്ടുകൊടുക്കരുത്. സ്തോത്രം. പ്രീ ഡിഗ്രിക്ക് ശേഷം ഡിഗ്രി പഠിച്ചിട്ട് അതിന് ശേഷം പഠിക്കാൻ പറ്റുന്നൊരു കോഴ്സൊന്നും അല്ല കേരളത്തിൽ MLA MPയും. ആണോ? അങ്ങനെയാണ് ഇവിടെ ആയിരുന്നു, കുഴപ്പമില്ല, അവർ പഠിച്ചായതാണ്. അതല്ല, ആദ്യം സ്ട്രീറ്റിൽ കിടന്ന് മുദ്രാവാക്യം വിളിച്ചും തല്ലുകൊണ്ടും പോലീസിനെതിരെ മുദ്രാവാക്യം വിളിച്ച് എതിർ പാർട്ടിക്കാരനെ തെറി വിളിച്ച് അടികൊണ്ട് ഇടികൊണ്ട് അവിടെ തുടങ്ങിയ ഒരുത്തൻ രാഷ്ട്രീയത്തിൽ ഒരു തലത്തിലെത്തുന്ന ഈ കേരളത്തിൽ, യൂറോപ്പിലൊക്കെ ഉണ്ടായിരിക്കും, ഞാൻ സമ്മതിക്കുന്നു. ചില ആളുകൾ ന്യായീകരിക്കാൻ പറയും യോസേപ്പ് മന്ത്രിയായിട്ടുണ്ട്, അവരും എടോ യൂറോപ്യൻ രാജ്യങ്ങളിൽ മന്ത്രിമാരും MLA മാരും ഇരിക്കുന്ന സ്ഥാനം പോലല്ല ഈ കേരളത്തിലെ രാഷ്ട്രീയം. ആദ്യം അതൊന്ന് തലേ കയറ്. സ്തോത്രം. ഇവിടെ റോഡിൽ കിടന്ന് അടികൊണ്ട് ചാകാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ അയക്കരുത്. അവർ വല്ല വിധേനയും നിത്യതയിലെത്താൻ വേണ്ടി പ്രാർത്ഥിച്ചോണം. സ്വന്തം മക്കളെ കാനഡയിലും ഓസ്ട്രേലിയയിലും അമേരിക്കയിലും വിട്ട് പഠിപ്പിച്ചേച്ച് സ്റ്റേജിൽ കയറിയിരുന്ന പാവപ്പെട്ട ദൈവകുഞ്ഞുങ്ങളുടെ മക്കളെ കൊലയ്ക്ക് കൊടുക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന ചെകുത്താന്മാർ. സ്തോത്രം. അപ്പോഴേ പറഞ്ഞല്ലേ പുള്ളിയെ വിളിക്കണ്ടെന്ന്. വിളിക്കരുത്. വിളിച്ചിട്ടല്ലേ ഇതെല്ലാം കേൾക്കേണ്ടി വരുന്നത്. എടാ ഞാൻ തന്നെ പറയുന്നല്ലോ വിളിക്കല്ലെന്ന്, പിന്നെ എന്തിനാണ് വിളിക്കുന്നത്? എനിക്ക് കവലെ പ്രസംഗിക്കാനാണ് ഇഷ്ടം, ഞാൻ പ്രസംഗിച്ചോളാം. വിളിച്ചാൽ മനുഷ്യന് വേണ്ടി പ്രസംഗിക്കത്തില്ല, ദൈവത്തിന് വേണ്ടിയേ പ്രസംഗിക്കത്തുള്ളൂ, ദൈവവചനത്തിന് വേണ്ടിയേ നിൽക്കത്തുള്ളൂ, തല പോയാലും വചനത്തിന് വേണ്ടിയേ നിൽക്കത്തുള്ളൂ. ആമേൻ. 23 വർഷം ഈ പുസ്തകം പിടിച്ച് തെരുക്കോണിൽ പിച്ച വെച്ച് പ്രസംഗിച്ചു തുടങ്ങിയ ആളാണ് ഞാൻ. ഒരു ഡിഗ്രിയും പറയാനില്ല. ആമേൻ. ഒന്നുകൂടെ എടുത്തു പറയാം, ഒരു ബൈബിൾ കോളേജിൻ്റെ പടി ഇന്ന് വരെ കണ്ടിട്ടില്ല, ഒന്നും പറയാനില്ല. അങ്ങനെ യോഗ്യത ഉണ്ടെങ്കിൽ എന്നെ വിളിക്കത്തില്ലല്ലോ. ഒരു യോഗ്യതയും ഇല്ലാഞ്ഞിട്ടും ഈ 23 വർഷം തെരുവിൽ പ്രസംഗിച്ചിട്ട് എന്നെയും എൻ്റെ ഭാര്യയും 2 കുഞ്ഞുങ്ങളെ ഇന്ന് വരെ പോറ്റിയ ദൈവത്തെ എനിക്ക് നാളെയും വിശ്വാസമാണ്. ആ വിശ്വാസമാണ്. ആ ദൈവം എന്നെ പോറ്റിക്കോളും.